സിനിമയുടെ ആസ്വാദനം പലതരത്തിലായിരിക്കും സംഭവിക്കുക. ചിലത് ചിരിപ്പിക്കും, ചിലത് കരയിപ്പിക്കും, ചിലത് ആവേശം കൊള്ളിക്കും. പക്ഷേ വളരെ അപൂർവമായിട്ടായിരിക്കും തിയേറ്റർ വിട്ട ശേഷവും ഏറെ നേരം എന്താണ് കണ്ടതെന്ന് വീണ്ടെടുക്കാൻ സാധിക്കാതെ ആ ലോകത്ത് തന്നെ നമ്മെ പിടിച്ചു നിർത്തുന്നവ സംഭവിക്കുക. അത്തരം നിമിഷങ്ങളാണ് നമ്മളെ വീണ്ടും വീണ്ടും ആ ഇരുട്ടുമുറിയിലേക്ക് എത്തിക്കുന്നത്. പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത സിനിമയുടെ ആ മാജിക് അനുഭവിക്കുന്ന സിനിമയാണ് തങ്കലാൻ. ഓഗസ്റ്റ് 15 തങ്കലാന്റെ റിലീസ് പ്രഖ്യാപിക്കുമ്പോൾ സംവിധായകൻ രഞ്ജിത്ത് താൻ ഈ തീയതി തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം ഈ നാഷണൽ ഹോളിഡേ എന്നതിലും ഉപരിയായി ചില രാഷ്ട്രീയ കാരണങ്ങൾ കൂടിയുണ്ടെന്ന് പറഞ്ഞിരുന്നു. സിനിമ കണ്ടിറങ്ങുമ്പോൾ രഞ്ജിത്തിന്റെ വാക്കുകൾ അക്ഷരം പ്രതി ശരിവയ്ക്കുകയാണ് തങ്കലാൻ. ഈ സിനിമയുടെ റിലീസിന് ഇതിലും മികച്ചൊരു ദിവസമില്ല. ഇത്തരമൊരു സിനിമ ഇറങ്ങാൻ ഇതിലും അനുയോജ്യമായൊരു രാഷ്ട്രീയ കാലാവസ്ഥയുമില്ല. രഞ്ജിത്ത് സിനിമകൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ തുടർച്ച കൂടിയാണ്. സമൂഹം ഓരങ്ങളിലേക്ക് മാറ്റി നിർത്തിയവരുടെയും ചരിത്രം മറന്നുപോയവരുടെയും പ്രതിദാനം ആണ് അദ്ദേഹത്തിന്റെ സിനിമകൾ. തന്റെ രാഷ്ട്രീയം അടയാളപ്പെടുത്തുന്ന മെറ്റഫറുകളാൽ സമ്പന്നമായിരിക്കും രഞ്ജിത്ത് സിനിമകൾ. എന്നാൽ ഇതിനിടെ പലപ്പോഴും അദ്ദേഹത്തിന് സിനിമ എന്ന മാധ്യമത്തോടെ ഒത്തുതീർപ്പുകൾ നടത്തേണ്ടി വരാറുണ്ട്. അതിനാൽ വ്യക്തിപരമായ പലപ്പോഴും രഞ്ജിത്ത് എന്ന സംവിധായകനും അദ്ദേഹത്തിന്റെ സിനിമകളും പൂർണ്ണതയിലേക്ക് എത്താത്തതായി അനുഭവപ്പെടാറുണ്ട്. എന്നാൽ മുൻധാരണകളെ കാറ്റിൽ പറത്തുന്ന നാളിതുവരെ കണ്ടതിൽ ഏറ്റവും പൂർണ്ണമായ രഞ്ജിത്ത് സിനിമയായി മാറിയിരിക്കുകയാണ് തങ്കലാൻ. ശക്തമായ രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ തന്നെ ഗംഭീര ദൃശ്യവിരുന്നൊരുക്കുന്ന സിനിമ കൂടിയാണ് തങ്കലാൻ. തിയേറ്റർ വിട്ടിറങ്ങി അല്പം അധിക നേരം തലയ്ക്കകത്തെ പെരുപ്പ് നിലനിൽക്കും. 3 കാലങ്ങളിലൂടെ കഥ പറയുന്ന തങ്കലാൻ മിത്തിന്റെയും ഫിക്ഷന്റെയും ചരിത്രത്തിന്റെയും സമ്മിശ്രമാണ്. സിനിമയുടെ പ്രധാന കഥ നടക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലാണ്. ജന്മിയുടെ പാടത്ത് പണിയെടുക്കുന്ന ദളിതരുടെ ഗ്രാമം, സായിപ്പ് വാഗ്ദാനം ചെയ്യുന്ന കൂലിയും മെച്ചപ്പെട്ട ജീവിത സാഹചര്യവും സ്വന്തം മണ്ണ് എന്ന സ്വപ്നവുമെല്ലാം തങ്കലാനെയും കൂട്ടരെയും സ്വർണം തേടിയുള്ള യാത്രയിലേക്ക് എത്തിക്കുകയാണ്. തങ്കലാന്റെയും അയാളുടെ ജനതയുടെയും ഈ യാത്രയാണ് സിനിമ പറയുന്നത്. തന്റെ കഥാപാത്രങ്ങളുടെ പൂർണ്ണതയ്ക്കായി ഏതറ്റം വരെയും പോകാൻ തയ്യാറാകുന്ന നടനാണ് വിക്രം. എന്നാൽ കഴിഞ്ഞ കുറെ കാലമായി വിക്രമിന്റെ അപർണബോധവും കഴിവും അർഹിക്കുന്ന തിരക്കഥയോ സംവിധായകരെയോ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല എന്നാണ് വസ്തുത. വിക്രം വിജയിക്കുമ്പോഴെല്ലാം സിനിമ പരാജയപ്പെടുന്നതായിരുന്നു പലപ്പോഴും അവസ്ഥ. എന്നാൽ കാലങ്ങൾക്ക് ശേഷം വിക്രം എന്ന നടൻ അർഹമായ കരങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. മികച്ചൊരു ശില്പിയുടെ കരവിരുതോടെ അയാളെ ഉടച്ചു വാർക്കാൻ രഞ്ജിത്തിന് സാധിച്ചിരുന്നു. ആക്ഷൻ രംഗങ്ങളിലും വൈകാരിക രംഗങ്ങളിലുമെല്ലാം വിക്രം എന്ന നടന്റെ മികവ് പ്രകടനമാണ്. തങ്കലാൻ താണ്ടുന്ന ജീവിതയാത്രയും വൈകാരിക യാത്രയും അതിന്റെ ആഴം ഒട്ടും ചേരാതെ വിക്രം അവതരിപ്പിക്കുന്നുണ്ട്. പാർവതിയുടെയും കരിയറിലെ ഏറ്റവും മികച്ച വേഷങ്ങളിലൊന്നായിരിക്കും ഗംഗമ്മ. വിക്രം പാർവതി രംഗങ്ങൾ 2 ഗംഭീര അഭിനേതാക്കളുടെ കൊടുക്കൽ വാങ്ങലിന്റെ മനോഹര കാഴ്ചയാണ്. അതേസമയം നാളിതുവരെ കാണാത്ത രീതിയിൽ മാളവിക മോഹനെയും ചിത്രം അവതരിപ്പിക്കുന്നുണ്ട്. രഞ്ജിത്ത് സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങൾ എന്നും വേറിട്ട് നിൽക്കും. തങ്കലാനിലും അത് കാണാം. ഭർത്താവിന്റെ നിർദ്ദേശങ്ങൾ പിന്തുടരുക മാത്രം ചെയ്യുന്ന ഭാര്യയല്ല ഗംഗമ്മ. രക്ഷകനായി അവതരിക്കുന്ന രാജകുമാരന് വേണ്ടി കാത്തിരിക്കുന്ന നാടോടി കഥയിലെ രാജകുമാരി അല്ല മാളവികയുടെ ആരതി. ആക്ഷൻ രംഗങ്ങളിലും വൈകാരിക രംഗങ്ങളിലും എന്നതുപോലെ തന്നെ ഡ്രാമാറ്റിക് നിമിഷങ്ങളിലും രഞ്ജിത്തിന്റെ കയ്യൊപ്പ് കാണാം. തങ്കലാന്റെ നാട്ടിലേക്കുള്ള തിരിച്ചുവരവ് രംഗം അത്തരത്തിലൊന്നാണ്. ഈ സമയത്തെ ആഘോഷ നൃത്ത രംഗം അതിമനോഹരമാണ്. നൃത്തത്തിലെ ചടുതലയ്ക്കപ്പുറം അവരുടെ ചുവടുകളിലെ ഒരുമയില്ലായ്മ പോലും മനോഹരമാണ്. ഓരോരുത്തരും അവരുടേതായ രീതിയിൽ ചുവട് വയ്ക്കുന്നു, ആഘോഷിക്കുന്നു. ദളിത് രാഷ്ട്രീയത്തിന്റെ വീണ്ടെടുക്കലാണ് തങ്കലാൻ. ചരിത്രം ബോധപൂർവം തന്നെ മറന്ന ചരിത്രം. ബുദ്ധിസത്തിനുണ്ടായിരുന്ന വേരും ബ്രാഹ്മണിസത്തിന്റെ കടന്നുവരവുമെല്ലാം സിനിമ അവതരിപ്പിക്കുന്നുണ്ട്. രാജാക്കന്മാരാലും ജന്മിമാരാലും പിന്നീട് ബ്രിട്ടീഷുകാരാലും അടിമകളാക്കപ്പെടുന്ന ദളിതരുടെ ചരിത്രം തങ്കലാനിൽ കാണാം. മിത്തും
റിയാലിറ്റിയും ഒക്കെ കൂടി കലർത്തുന്നിടത്ത് സാധാരണ സിനിമയിൽ നിന്നും ഒരുപാട് മുകളിലേക്ക് ഉയരുന്നു തങ്കലാൻ. പാരഞ്ജിത്ത് സിനിമകളിൽ ഇത്രത്തോളം സാങ്കേതിക മികവ് പുലർത്തിയ മറ്റൊരു സിനിമ ഉണ്ടാവുകയില്ല. രാത്രിയും പകലും ഭൂതവും വർത്തമാനമെല്ലാം ഒന്നാകുന്ന രംഗം ടെക്നിക്കലിൽ ബ്രില്യൻസിന്റെയും സ്റ്റോറി ടെല്ലിംഗ് ബ്രില്യൻസിന്റെയും ഉന്നതിയാണ്. തങ്കലാന്റെ പ്രൊഡക്ഷൻസ് ക്വാളിറ്റിയും മേക്കപ്പും എടുത്തു പറയേണ്ടതാണ്. സിനിമാ കഥ പറയുന്ന കാലഘട്ടം സൃഷ്ടിക്കുന്നതിലും മേക്കപ്പ് ഒരുക്കുന്നതിലും അവർ നടത്തിയിരിക്കുന്ന ഗവേഷണം വ്യക്തമാണ്. കാലഘട്ടത്തിലും ജോണറിലും അനുസരിച്ച് സംഗീതം ഒരുക്കിയ GV പ്രകാശ് സിനിമയുടെ മറ്റൊരു പില്ലർ. സിനിമയുടെ ആത്മാവ് നിലനിർത്തുന്നത് അദ്ദേഹത്തിന്റെ സംഗീതമാണ്. സിനിമയുടെ ജോണർ ഷിഫ്റ്റുകൾക്കനുസരിച്ച് സംഗീതത്തിലൂടെ ആ രംഗങ്ങളെ എലിവേറ്റ് ചെയ്യാൻ GV പ്രകാശിന് സാധിക്കുന്നുണ്ട്. അതിനായി അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാദ്യോപകരണങ്ങളുടെ തിരഞ്ഞെടുപ്പ് പോലും ശ്രദ്ധേയമാണ്. സിനിമയുടെ നെഗറ്റീവ് എന്ന് പറയാവുന്ന ഘടകങ്ങൾ പ്രവചീയമായ തിരക്കഥയും രണ്ടാം പകുതിയിലെ തുടക്കത്തിലെ മെല്ലെപ്പോക്കുമാണ്. സപ്പോർട്ടിംഗ് ക്യാരക്ടറുകളുടെ രചനയിലുള്ള ആഴമില്ലായ്മയും പോരായ്മയായി കാണാം. പക്ഷേ സിനിമയുടെ ആസ്വാദനത്തെയോ രാഷ്ട്രീയത്തെയോ അത് ബാധിക്കുന്നില്ല. സിസ്റ്റത്തെ പോക്ക് ചെയ്യുക എന്നത് ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും പാരഞ്ജിത്തിന്റെ രീതിയാണ്. അതുപോലെ തന്നെ നമ്മൾ കണ്ട് ശീലിച്ച സിനിമാറ്റിക് രീതികളെ ഫ്ലിപ്പ് ചെയ്യുകയും ചെയ്യാറുണ്ട് അദ്ദേഹം. കാലയിൽ നായകൻ പോലുള്ള സിനിമകൾക്ക് മറുപടി നൽകിയായിരുന്നു പാരഞ്ജിത്ത്. സമാനമായ രീതിയിൽ കോലാർ സ്വർണ്ണഖനിയുടെ കഥ പറയുന്ന തങ്കലാൻ KGFന്റെ കൂടി റീടെല്ലിംഗ് ആയി മാറുകയാണ്. തങ്കലാനിലൂടെ ഫിലിം മേക്കർ എന്നതിൽ നിന്നും ഒരു വിഷണറിയിലേക്ക് വളർന്നിരിക്കുകയാണ് തങ്കലാനിലൂടെ പാരഞ്ജിത്ത്.